ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെർണിയാസ് കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ചപ്പാത്തിയല്ല, നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി ആട്ടോ. ഇതിന് വേറെ കറികളൊന്നും വേണ്ട. ചായ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് സവാള വെളുത്തുള്ളി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആ വേവിച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയിലിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിടുന്നുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത് വെക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചപ്പാത്തി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോന്നോരായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട. നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എരിവുണ്ട് ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് വേറെ കറികളൊന്നും വേണ്ട. ചായ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം കേട്ടോ. വൈകുന്നേരം 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ചായയോ പാലോ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒന്ന് ട്രൈ നോക്കൂ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.